അനന്തരാവകാശ നിയമങ്ങൾ ഇസ്ലാമിൻ്റേതെടുക്കും, അതൊരു മഹാത്ഭുതമാണ്. നോക്കൂ, നിങ്ങൾ അനന്തര അവകാശികൾ ആരാണ്? ഈ ചോദ്യത്തിന് ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾക്ക് വ്യക്തമായൊരു ഉത്തരം പറയാൻ സാധിക്കുമോ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അനന്തര സ്വത്ത് ആർക്കൊക്കെയാണതിൽ അവകാശമുള്ളത് എന്ന് ഇസ്ലാം നിർണയിച്ചു. ഓരോ ആളുകൾക്കും എത്ര വിഹിതമാണ് ലഭിക്കുക എന്നത് മതം വളരെ കൃത്യമായി പഠിപ്പിച്ചു. മാത്രവുമല്ല, അനന്തരാവകാശികളെ നിയമിക്കുമ്പോൾ, തീരുമാനിക്കുമ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു. ഇസ്ലാം പഠിപ്പിക്കുന്ന മാനദണ്ഡം അനുസരിച്ച് അനന്തര സ്വത്ത് വീതം വെക്കും. എന്താണ് നടക്കുക? മരിച്ച ഒരു വ്യക്തിയുടെ ഏറ്റവും അടുത്ത ആശ്രിതനായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കുക. അടുത്ത ബന്ധുവിനാണ് അകന്ന ബന്ധുവിനേക്കാൾ അതിൻ്റെ ആനുകൂല്യം കിട്ടുക. അടുത്ത ബന്ധു ഉണ്ടാകുമ്പോൾ അകന്ന ബന്ധുവിന് കിട്ടുന്നതിൻ്റെ വിഹിതം കുറയും. വളരെ സുന്ദരമായി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിശ്ചിത ഓഹരികൾ നിശ്ചയിച്ചു വെച്ചു. ഇപ്പോൾ പൊതുവിൽ നിശ്ചിത ഓഹരിക്കാരുണ്ട്, ശിഷ്ടമോഹരിക്കാരുണ്ട്. ഒരാൾ മരിച്ചാൽ അയാളുടെ മക്കൾ, മാതാപിതാക്കൾ, ഭാര്യ, സഹോദരങ്ങൾ, സഹോദരിമാർ, മാതാപിതാക്കളുടെ പിതാമഹന്മാരും പിതാമഹിമാരും, മക്കളുടെ താഴെയുള്ള പേരക്കുട്ടികൾ, ഇങ്ങനെയൊക്കെ എടുത്താൽ മയ്യത്തിനോട് മരിച്ച ആളുടെ ഏറ്റവും അടുത്ത ആൾക്കാണ് കിട്ടുക. അതിൽ ചില ആളുകൾക്ക് നിർണയിക്കപ്പെട്ട ഓഹരി ഉണ്ട്, അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. അഹ്ലുൽ ഫുറൂദ് എന്ന് പറയും. ആ നിശ്ചിത ഓഹരി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആർക്ക് കൊടുക്കണം? അസബക്കാർ എന്ന് പറയും. അത്ര കൃത്യമായ നിയമങ്ങളും സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്. അത് വളരെ നീതിപൂർവമാണ്, അത് ഏറെ അത്ഭുതകരമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് മനുഷ്യൻ ഇതര ദർശനങ്ങളിൽ അല്ലെങ്കിൽ ഇതര ഭരണഘടനാ സംവിധാനങ്ങളിൽ, ജുഡീഷ്യൽ നിയമങ്ങളിൽ ലോകത്തെമ്പാടും എടുത്തു നോക്കി നിങ്ങൾ. കഴിഞ്ഞ ഒരു 100 വർഷത്തിനിടയിലായിരിക്കാം ഇത്തരം സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് കുറച്ച് മെച്ചപ്പെട്ട നിയമങ്ങളുണ്ടായത്. ആ നിയമങ്ങൾ തന്നെ ഇസ്ലാമിക നിയമങ്ങളുമായി ബന്ധപ്പെടുത്തിയാൽ വളരെ ദുർബലങ്ങളാണ്. ഒരുപാട് അനീതി നമുക്കതിൽ കാണാൻ സാധിക്കും. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അത് വളരെ വ്യവസ്ഥാപിതമാണ്, കൃത്യമാണ്, നീതിപൂർണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.